ഹായ്, ഞാൻ ഫേസ്‌ലെസ് ആണ്. നമ്മുടെ കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ്. അതായത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രകൃതി ദുരന്തമാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഉരുൾപൊട്ടല് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാല്. 3 ഉരുൾപൊട്ടലാണ് അടുപ്പിച്ചടുപ്പിച്ചുണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയ മാഗ്നിറ്റ്യൂഡില് 3 പ്രദേശങ്ങളെ മുഴുവനായിട്ട് കവർന്നെടുത്തുകൊണ്ട് ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. 98 പേര് മിസ്സിംഗ് ആണ്. 120 മരണം ഇതുവരെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്കിൽ പോലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നമ്മുടെ രക്ഷാപ്രവർത്തകരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുരുങ്ങിയ ടൈം കൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തകരും, അതായത് കേരള ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ടീമാണെങ്കിലും പോലീസാണെങ്കിലും സിവിൽ ഡിഫൻസുകാരാണെങ്കിലും ആർമി, NDRP ഇവരെല്ലാവരും സമയോചിതമായി പ്രവർത്തിച്ച് വേണ്ട വിധത്തിലുള്ള രക്ഷാപ്രവർത്തനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതൊരു പുഴ കേന്ദ്രമാക്കിയിട്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഈ പുഴയിൽ കുറച്ചധികം നേരം വലിയ അളവിൽ വെള്ളം നിറഞ്ഞിട്ട് അത് ഗതിമാറി ഒഴുകി ഒരു വലിയ ഉരുൾപൊട്ടലായി മാറുകയാണ് ഉണ്ടായത്. 7 കിലോമീറ്ററോളം ദൂരം അതിവേഗത്തിൽ വലിയ പാറകൾ ചൂരൽമലയിലേക്ക് എത്തുകയായിരുന്നു. അത്രയും ദൂരം സഞ്ചരിച്ച് അതിവേഗത്തിൽ എത്തിയപ്പോൾ 12 മണിക്കൂർ എടുത്തു നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ വേണ്ടി. കാരണം അവിടേക്കുള്ള ഒരു മെയിൻ പാലം തന്നെ തകർന്ന് വീണ് പോയിരുന്നു ഈ ഉരുൾപൊട്ടലെ. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും അവിടേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഒരു ഉരുൾപൊട്ടലുണ്ടാവുകയും അത് കഴിഞ്ഞ് അവർക്ക് തിരിഞ്ഞോടേണ്ടി വരികയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് എവിടെയൊക്കെയോ ഇതിനൊക്കെ കാരണക്കാരായിട്ട് വരിക. പ്രകൃതിയെ നിർദാക്ഷിണ്യം വെട്ടി നിർത്തുമ്പോൾ പ്രകൃതി എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മേഖല അതീവ പരിസ്ഥിതി ലോലമായ സ്ഥലമാണ്. ഇപ്പോൾ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഇപ്പോഴാണോ ഇത് പറയേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം. പക്ഷേ ഇപ്പോഴെങ്കിലും ഇത് ചോദിക്കപ്പെടേണ്ടതല്ലേ? ടൂറിസം എന്ന പേരിൽ വൻ കെട്ടിടങ്ങളാണ് അവിടെ ഉയർത്തിയിരിക്കുന്നത്. ഇതിന്റെ പേരിൽ എത്രയോ മലകളാണ് ഇടിച്ചു നിർത്തുന്നത്. ഇതിനൊക്കെ നിയന്ത്രണം വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വയനാട് വലിയ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമേ അല്ല. ശരിക്കും ഇതൊരു ദുർബല പ്രദേശമാണ്. അത് വിദഗ്ധന്മാര് പ്രത്യേകം റിപ്പോർട്ടുകളായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ എന്നിട്ടും കൂറ്റൻ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. ഈ റിസോർട്ട് മാഫിയ ശരിക്കും അശാസ്ത്രീയമായ രീതിയിൽ ഭൂമിയുടെ ഘടന തന്നെ അവിടെ മാറ്റിക്കളയുന്നുണ്ട്. ഇതുമൂലം മഴ വരുമ്പോൾ ഭൂമി കൂടുതൽ ദുർബലമാകുകയാണ് ചെയ്യുന്നത്. അതിലൂടെ കൂടുതൽ ദുരന്തങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നതിൽ നമ്മൾ മനുഷ്യർക്കും പങ്കുണ്ട്. പ്രളയം, കാറ്റ്, മഞ്ഞ്, ഭൂകമ്പം, ഉരുൾപൊട്ടൽ, കാലാവസ്ഥാ വ്യതിയാനം, ഇതിലെല്ലാം നമ്മളുടെ കോൺട്രിബ്യൂഷനുമുണ്ട്. കുന്നും കാടും ഒക്കെ വെട്ടിമാറ്റുമ്പോൾ ഭൂമിയുടെ കിടപ്പ് തന്നെ മാറുക. എനിക്ക് മനസ്സിലാകാത്തത് 10,000 വകുപ്പുകളുണ്ട് ഭരണഘടനയിൽ. പക്ഷേ ഒരു പ്രകൃതി സംരക്ഷണ വകുപ്പില്ല. വനം വകുപ്പുണ്ട്, പക്ഷേ പ്രകൃതിക്ക് വേണ്ടി പ്രകൃതി സംരക്ഷണ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പുമില്ല, അങ്ങനെ ഒരു മന്ത്രിയില്ല. അതെന്തുകൊണ്ടാണ്? അതെനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഞാനൊരു പൊട്ടത്തരം പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. പക്ഷെ അങ്ങനൊരു വകുപ്പ് വരേണ്ടത് അത്യാവശ്യകതയാണ്. എല്ലാ വർഷവും ഈ ഉരുൾപൊട്ടലിന് നമ്മൾ കേൾക്കാറില്ലേ മിക്കപ്പോഴും. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ എന്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല? ഇതിപ്പം ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവമൊന്നുമല്ല. എനിക്കും ഒരു പരിധിവരെ ഭരണ സംവിധാനത്തിന്റെ കുറവ് തന്നെയാണിത്. ഇത് ഞാൻ ഒരു കൂട്ടരെ മാത്രം പറയില്ല, എല്ലാ കൂട്ടർക്കും ഇതിലെ പങ്കുണ്ട്. ആര് വന്നാലും പോയാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എത്ര കിട്ടിയാലും നമ്മൾ സാധാരണ ജനങ്ങൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയം ആകുന്നുമില്ല. ഇത് പ്രകൃതി ദുരന്തമാണ്, അതുകൊണ്ട് നമുക്കിതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന പലരെയും ഞാൻ കാണുന്നുണ്ട്. അതുതന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ഇത് പ്രകൃതിയാണ്. ഈ പ്രകൃതി ലോലമായ പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ ജനവാസ യോഗ്യമല്ല. ഇത് എത്ര പ്രാവശ്യം കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഭരണ സംവിധാനങ്ങൾ അവിടെ താമസിക്കുന്നവരെ പുതിയ സ്ഥലങ്ങളിലേക്ക് മാറ്റണം. അല്ലാതെ അവരെ ഇങ്ങനെ മരിക്കാൻ വിട്ടുകൊടുക്കുകയല്ല വേണ്ടത്. ഒരു പുനരധിവാസ പദ്ധതി ഇതിനു വേണ്ടി രൂപീകരിക്കണം. ഇനി ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ മഴക്കാല സമയത്ത് ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്ന സീസണുകളിലെങ്കിലും ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ട കരുതലുകൾ ചെയ്യണം. അതിനുവേണ്ടിയുള്ള മുന്നറിയിപ്പുകൾ ആൾക്കാർക്ക് കൊടുക്കണം. ഇതൊന്നും നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഇവിടെ ഇല്ല എങ്കിൽ എന്ത് കഷ്ടമാണ്, എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയാണ്, ഞാൻ ഒരിക്കലും ഒരു പാർട്ടീനെയും അല്ല പറയുന്നത്. എല്ലാവരും കണക്കാണ്. നമ്മൾ പാവപ്പെട്ടവന്റെ ജീവൻ, ഈ പറയുന്ന നമ്മൾ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ ഒരു വിലയുമില്ല. അതല്ലേ സത്യം? ഈ റിസോർട്ടുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ പാറ പൊട്ടിക്കൽ.
ഇതിനിവിടെ എന്തെങ്കിലും ഒരു നിയന്ത്രണമുണ്ടോ? കേരളത്തിന്റെ എല്ലാ മലയോര മേഖലയിലും ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയോര മേഖലയിലെ ക്വാറികളിലെ സ്ഫോടനങ്ങൾ, പാറ പൊട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ഫോടനത്തില് പാറ അടുക്കുകളിൽ ഉണ്ടാക്കുന്ന ഞരുക്കം വിള്ളലുകളുണ്ടാവുന്നു. ഈ വിള്ളലുകളില് വെള്ളം സംഭരിച്ചിട്ട് മർദ്ദം ഉണ്ടാവുന്നു. ഈ ഭാഗം പൊട്ടിത്തെറിച്ചിട്ട് ഉരുൾപൊട്ടലിന് കാരണമാകുന്നുണ്ട്. അതായത് ഇതൊരു കാരണമാണ്. അപ്പോ ഈ പാറ പൊട്ടിക്കല് നിയന്ത്രിക്കേണ്ട കാലം എപ്പോഴോ അതിക്രമിച്ചിരിക്കുകയാണ്. പശ്ചിമ മേഖല സംരക്ഷണ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടാകുന്ന ഈ ഉരുൾപൊട്ടൽ ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നു. ഗാഗിൽ കമ്മിറ്റി റിപ്പോർട്ട് 2011 സബ്മിറ്റ് ചെയ്യുന്നത്. 13 വർഷമായിട്ട് ഒന്നും ചെയ്യാതെ നമ്മൾ അതിന്റെ പുറത്തു കയറി ഇപ്പോഴും ഇരിപ്പുണ്ട്. ഈ റിപ്പോർട്ടുകൾക്കൊക്കെ എതിരെ കൊടി പിടിച്ചവരിൽ എല്ലാ രാഷ്ട്രീയക്കാരും അതിന്റെ തൽപരകക്ഷികളുമുണ്ട്. അതുകൊണ്ട് ആരെയും എടുത്തു കുറ്റം പറയാൻ പറ്റില്ല. അന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട. 4 or 5 വർഷം മതി. അന്ന് ഞാനും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടാവും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമ്മൾ പഠിക്കണം. ചെറിയൊരു മഴ വന്നപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ നമുക്കൊരു ഡാമുണ്ട്. പൊട്ടിയാൽ 3 ജില്ലകൾ അറബിക്കടലിലിരിക്കും. 100 വർഷത്തോളം പഴക്കമുണ്ട് ആ ഡാമിന്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ സാധനമാണ്. ബലക്ഷയമുണ്ടെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. ഇപ്പോ അധികാരികൾ തമിഴ്നാട്ടുകാരുമായി പണ്ട് നടത്തിയൊരു കരാറും പറഞ്ഞിരിപ്പുണ്ട്. പക്ഷെ നഷ്ടപ്പെടുന്നത് സാധാരണ ജനങ്ങൾക്കാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒലിച്ചു പോകാൻ പോകുന്നത്. അതുകൊണ്ട് വയനാടിന്റെ ദുഃഖത്തിൽ നമുക്ക് ചേരാം. അവർക്ക് വേണ്ടതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. വയനാട് ദൂരെയൊന്നുമല്ല, കേരളത്തിലാണ്. വയനാട്ടിലെ ആൾക്കാര് വേറെ ആരുമല്ല, നമ്മളൊക്കെ തന്നെയാണ്. കാരണം കേരളം നമ്മുടേതാണ്. നമ്മൾ സാധാരണ ജനങ്ങളാണ് ഈ കേരളത്തിലുള്ളത്. വേറെ ആരുടെയും രാഷ്ട്രീയ താല്പര്യങ്ങളോ പണ താല്പര്യങ്ങളോ ഒന്നുമല്ല നോക്കേണ്ടത്. മനുഷ്യ ജീവനുകൾക്കാണ് ഇപ്പോൾ വില പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ നമുക്ക് ഒന്നിച്ചു നിന്നേ പറ്റുള്ളൂ. ബൈ.